വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് സ്ഥിരമായിട്ട് എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഇവിടെ എ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അത് ബി എന്ന് പറയുന്ന വെക്ടറിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ. സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു നോക്കുക. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. എ ബിയിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എവിടെയാണോ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഈസി. ഇനി നിങ്ങൾ എങ്ങനെ ഈ എ ഡോട്ട് ബി കണ്ടെത്തുക? അതാ നോക്കിക്കോ. എ ഡോട്ട് ബി ഈസ് വെരി സിമ്പിൾ. ഐയുടെ കൂടെ ഇവിടെ 3, ഐയുടെ കൂടെ ഇവിടെ 2. ആ 3യും 2 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ആൻഡ് അതേപോലെ ജെയുടെ കൂടെയുള്ള 2 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുക. -2 4. അപ്പോൾ -2 × 4 പ്ലസ് ആൻഡ് കെയുടെ കൂടെയുള്ള 2 നമ്പേഴ്സ്. ഇവിടെ 1 ആണ്, ഇവിടെ ആക്ച്വലി -4 ആണ്. അപ്പോൾ 1 × -4 ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്തുക? ആ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ്, അതായത് 2 4 -4, അത് 3ന്റെയും സ്ക്വയറുകൾ എടുക്കുക എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 2ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, -4ന്റെ സ്ക്വയർ എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തു. അതിനൊരു റൂട്ടും വേണേ, എന്നാലേ മാഗ്നിറ്റ്യൂഡ് ആവും. അപ്പോൾ നമുക്ക് 3 × 2 6 എന്ന് കിട്ടും. -2 × 4 നിങ്ങൾക്ക് -8 എന്ന് കിട്ടും. അപ്പോൾ 6 + -8 ഇവിടെ നിങ്ങൾക്ക് -4 എന്നും കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16, ഇതിന്റെ സ്ക്വയറും 16. അപ്പോൾ 16 + 16 32 + 4 36 എന്ന് കിട്ടും. ആൻസർ ഫൈനലി നിങ്ങൾക്ക് വരിക 36ന്റെ റൂട്ട് 6 ആണ്. ഇവിടെ 6 - 8 -2 -2 -4 എന്ന് പറഞ്ഞാൽ -6 കിട്ടും. 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി -1. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചു വെക്കുക.